മെൻസ് ഫുട്ബോളിലും വുമൻസ് ഫുട്ബോളിലും നാഷണൽ ലെവൽ ടൈറ്റിലുകളുണ്ട്. എന്നിട്ടും അർഹിക്കുന്ന ഒരു അംഗീകാരം ഗോകുലം കേരള എഫ് സിക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള പരിപാടികളുടെ പോരായ്മ കൊണ്ടായിരിക്കാം ഗോകുലം കേരള എഫ് സിക്ക് അർഹിക്കുന്ന ഒരു വിസിബിലിറ്റിയോ റെക്കഗ്നീഷനോ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്കിടയിൽ നിന്നും കിട്ടുന്നില്ല എന്നുള്ളത് സത്യമാണ്. അവർ പുതിയൊരു പരിശീലകനെ നിയമിച്ചിരിക്കുകയാണ്. ഈ സീസണിൽ അവരുടെ ആദ്യത്തെ ഹോം മത്സരം നാംധാരി എഫ് സിക്കെതിരെ നാളെ നടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് അവർ തങ്ങളുടെ പുതിയ പരിശീലകനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സൈപ്രസിൽ നിന്നുള്ള പരിശീലകൻ ദിമിത്രിയോസ് എന്ന് പറയുന്ന പരിശീലകനെയാണ് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നത്. ഗോവൻ ക്ലബ്ബായിട്ടുള്ള ചർച്ചിൽ ബ്രദേഴ്സിനോടൊപ്പം വലിയ നേട്ടങ്ങൾക്ക് അവരെ സഹായിച്ചിട്ടുള്ള പരിശീലകൻ കൂടിയാണ് UFA പ്രോ ലൈസൻസ് ഹോൾഡറായിട്ടുള്ള ദിമിത്രിയോസ്. ഈ ദിമിത്രിയോസ് എന്തായാലും ഗോകുലം കേരള എഫ് സിക്ക് പുതുവെളിച്ചം നൽകുമെന്നാണ് ഗോകുലത്തിൻ്റെ ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത്. വുമൻസ് ഫുട്ബോളിലും മെൻസ് ഫുട്ബോളിലും നാഷണൽ ലെവൽ ടൈറ്റിൽ കിട്ടിയിട്ടും നമ്മൾ എന്തുകൊണ്ട് ഗോകുലത്തിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിന് തന്നെയാണ്. ഏതായാലും ഗോകുലം കേരള എഫ് സിക്ക് തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ പുതിയൊരു സൈപ്രസ് പരിശീലകൻ വന്നിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഗോകുലം കേരളയ്ക്കും കൂടി കുറച്ച് കൺസേൺ കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു. ഏതായാലും ഗോകുലത്തിൻ്റെ ആദ്യ ഹോം മത്സരം നാളെ നടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് അവർ തങ്ങളുടെ കോച്ചിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പരിശീലകൻ ജനുവരി പോയ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ബൈ 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 ബൈ.